ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നതിൽ വെറും 3 സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് കുറേ ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് എന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതിൽ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പാക്കറ്റ് പാല്. ഇത്രയും സാധനം മതി ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ടില്ലേ നമുക്ക് ആദ്യം ഈ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാനാണ്. ഇനി ഈ പാലിൽ തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്നൊരു 1/4 കപ്പ് പാലെടുത്തിട്ട് നമുക്ക് ഈ കസ്റ്റർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടില്ലേ 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ ഈ 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ചൂട് പാലിൽ കസ്റ്റർഡ് പൗഡർ കലക്കിയെങ്കിൽ അത് കട്ട പിടിച്ചിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരില്ല. അത് എല്ലാവർക്കും അറിയും. ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പാല് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ചൂടായിട്ട് എടുക്കാൻ നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കണം. പാല് ചൂടായിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പുഡിങ് ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസിൽ കുറച്ച് പഞ്ചസാരയല്ലേ നമുക്ക് കുറച്ച് അധികം ടേസ്റ്റുള്ള പോലെ തന്നെ ഇട്ടിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പഞ്ചസാര കുറവ് പോലെ തോന്നും. അതുകൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന്. പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിൽ നമുക്ക് ഈ പാല് നല്ലോണം തിളച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കലക്കിയിട്ട് വെച്ച ആ കസ്റ്റർഡ് മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഫ്രൂട്ട്സ് കസ്റ്റർഡ് എല്ലാം ഉണ്ടാക്കാൻ ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ. പക്ഷേ ഇത് കുറച്ചുകൂടി തിക്കാവും. എന്താണെങ്കിലും കുറച്ച് അധികം കസ്റ്റർഡ് പൗഡർ ഇതിലേക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് തിക്കാവും. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടായിട്ടില്ലേ നല്ലോണം കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഈ കസ്റ്റർഡ് പൊടി നല്ലോണം വേവിച്ചെടുത്തിട്ട് നല്ല ബബിൾസ് എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പുഡിങ് മിക്സ് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് നൈസായിട്ടുള്ള മിക്സ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിൽ ഒരു ബൗള് ബട്ടറോ ഗീയാ മറ്റോ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ടായിട്ട് നമ്മൾ റെഡിയാക്കിയ ആ പുഡിങ് മിക്സിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലായെങ്കിൽ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ലോണം തണുപ്പിച്ചെടുത്ത ശേഷം ഞാൻ ഈ പുഡിങ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വീഡിയോക്ക് കുറച്ച് ചേൽ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷനിലാണ്. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തെങ്കിൽ ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പുഡിങ് അല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനൽ ഈടത്തോളം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.